വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കിഡിലും ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇവിടെ തന്നിരിക്കുന്നത്. മാക്സിമം എല്ലാ 9ാം ക്ലാസ്സിലെ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. ചോദ്യം എങ്ങനെയാണ്? ഇൻ ദ പിക്ചർ ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് ദി റെഗുലർ ഹെക്സഗൺ ഈസ് 3 സെന്റിമീറ്റർ. ഈ കാണുന്ന ചിത്രത്തിൽ റെഗുലർ ഹെക്സഗൺ അഥവാ സമഷഡ്ഭുജത്തിന്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ 3 ആണ്. മക്കൾ ഇവിടെ നിങ്ങൾ ആകെ പഠിക്കേണ്ട ഇത്രേ ഉള്ളൂ. ഇതുപോലെ ഏത് ചിത്രം വന്നാലും ഈ കാണുന്നതെല്ലാം സെയിം ആയിരിക്കും. ഐ മീൻ റെഗുലർ ഹെക്സഗൺ ആയിട്ടുള്ള എല്ലാത്തിന്റെ ഒരു ആംഗിൾ 120 ഡിഗ്രി ആയതുകൊണ്ട് ഇതെല്ലാം 60 ഡിഗ്രി 60 ഡിഗ്രി 60 ഡിഗ്രി, അതായത് സർക്കിളിന്റെ റേഡിയസും കൂടി ആയിരിക്കും ഈ കാണുന്നത് എന്ന് പറയുന്നത്. സോ പ്രിയപ്പെട്ട മക്കളെ, ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഇസ് എ പെരിമീറ്റർ ഓഫ് ദി റെഗുലർ ഹെക്സഗൺ? ഈ കാണുന്ന റെഗുലർ ഹെക്സഗൺ സമഷഡ്ഭുജത്തിന്റെ ചുറ്റളവ് എത്ര എന്നാണ് ചോദ്യം. ഇവിടെ 6 സൈഡുകളുണ്ട്. സോ 6 × 3 18 ആണ്. അടുത്ത ചോദ്യം, കാൽക്കുലേറ്റ് ദ സർക്കംഫറൻസ് ഓഫ് ദി സർക്കിൾ. സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ ചുറ്റളവാണ്. ഈ കാണുന്ന സർക്കിളിന്റെ ചുറ്റളവ് എത്ര, ആ പെരിമീറ്റർ എത്ര എന്നാണ് ചോദ്യം. അങ്ങനെ അതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 2πr ആണ്. സോ 2π × r എന്ന് പറഞ്ഞാൽ 3 ആണ്. സോ 6π ആണ് ആൻസർ. അടുത്ത ചോദ്യം, കാൽക്കുലേറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പെരിമീറ്റർ ഓഫ് റെഗുലർ ഹെക്സഗൺ അപ് ടു സർക്കിൾ മില്ലിമീറ്റർ. അതായത് ഈ കാണുന്ന സർക്കിളിന്റെ ചുറ്റളവും ഈ കാണുന്ന ഇതിന്റെ ചുറ്റളവും തമ്മിലുള്ള വ്യത്യാസം അഥവാ ഡിഫറൻസ് മില്ലിമീറ്റർ വരെ കാണുക. അതായത് പോയിന്റ് ഒരു 3 പോയിന്റ് വരെ നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. സോ ഈ കാണുന്ന ക്വസ്റ്റ്യൻ ആൻസർ 6π - 18 എത്ര നിങ്ങൾ കമന്റ് ചെയ്യുക. പൈൻ്റെ വാല്യൂ ഇങ്ങനെയാണ്, 6 × 3.14 - 18 ആണ്. സോ ഇതിന് ആൻസർ എത്രയോ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ പ്രസൈലി. ബൈ.